ഹായ് ഓൾ. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെൽഡിംഗ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെൽഡിംഗ് പ്രോസസ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു മെറ്റൽ ജോയിനിങ് പ്രോസസ്സ് തന്നെയാണ് സോൾഡറിങ് ആൻഡ് ബ്രേസിങ്. ഇതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിന് മുന്നോടിയായിട്ട് നമ്മൾ വെൽഡിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വെൽഡിങ്ങിൽ ഡിഫക്റ്റുകൾ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണം. ആ ടെസ്റ്റുകളുടെ പേരുകൾ മാത്രം ജസ്റ്റ് നമ്മൾ നോക്കുന്നു. കാരണം നമുക്ക് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോയെന്നോ അല്ലെങ്കിൽ ആ വെൽഡഡ് ഏരിയ ഇൻസ്പെക്ഷന് വേണ്ടി പല മെത്തേഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ പേരുകളൊന്ന് നമുക്ക് നോക്കാം. 2 ടൈപ്പായിട്ടാണ് ടെസ്റ്റുകളാണുള്ളത്. ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റും നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റും. നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിനാണ് നമ്മൾ NDT എന്ന് പറയുന്നത്. ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിൽ ടെൻസൈൽ ടെസ്റ്റ്, ഹാർഡ്നെസ് ടെസ്റ്റ്, ഇമ്പാക്റ്റ് ടെസ്റ്റ്, ബെൻഡിങ് ടെസ്റ്റ്. പേര് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിൽ വിഷ്വൽ എക്സാമിനേഷൻ, ലിക്വിഡ് പെനട്രൻറ്റ് ടെസ്റ്റ്, അൾട്രാസോണിക് ഇൻസ്പെക്ഷൻ, റേഡിയോഗ്രാഫി, അതിൽ വരുന്നതാണ് എക്സ്റേ ആൻഡ് ഗാമ റേ ടെസ്റ്റ്, തെർമൽ ടെസ്റ്റിംഗ്, ഹൈഡ്രോളിക് ഓർ എയർ പ്രഷർ ടെസ്റ്റ് ഫോർ പ്രഷർ വെസൽ. ഇത്രയും ടെസ്റ്റുകളാണ് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിൽ വരുന്നത്. ഇനി നമുക്ക് മറ്റ് 2 മെറ്റൽ ജോയിനിങ് പ്രോസസ്സുകളായ സോൾഡറിങ്ങും ബ്രേസിങ്ങുമാണ് നോക്കാനുള്ളത്. സോൾഡറിങ് നോക്കാം ഫസ്റ്റ്. എന്താണ് സോൾഡറിങ്? സോൾഡറിങ്ങും ബ്രേസിങ്ങും കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ പാരൻ മെറ്റൽ മെൽറ്റ് ആവുന്നില്ല, മോൾട്ടൺ സ്റ്റേറ്റിലേക്ക് വരുന്നില്ല. ഫില്ലർ റോഡാണ് മെൽറ്റ് ആവുന്നത്. അതിന് മാത്രമുള്ള ടെമ്പറേച്ചറേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. 2 കേസിൽ, സോൾഡറിങ്ങിൻ്റെ കേസിലും ബ്രേസിങ്ങിൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ്. ഇനി സോൾഡറിങ്ങിൻ്റെ കേസ് പറയുകയാണെങ്കിൽ 450 ഡിഗ്രി സെൽഷ്യസിൻ്റെ താഴെ മാത്രമാണ് ടെമ്പറേച്ചർ കൊടുക്കുന്നുള്ളൂ. കാരണം മെൽറ്റിംഗ് പോയിൻറ്റ് 450 താഴെയുള്ള ഫില്ലർ റോഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ സോൾഡറാണ് ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ച് ആ സോൾഡർ മെൽറ്റ് ചെയ്ത് നമ്മളെ ജോയിൻ ചെയ്യേണ്ട സ്ഥലങ്ങളിൽ ജോയിൻ ആവാൻ വേണ്ടി ഉപയോഗിക്കുന്നു. നമ്മൾ സോൾഡറിങ്ങും ബ്രേസിങ്ങും ഒക്കെ സെക്കൻഡ് സെമസ്റ്ററിലെ ബേസിക് മെക്കാനിക്കൽ ലാബിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അധികം നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആദ്യം തിയറി പഠിക്കുന്നതിന് മുന്നേ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയാൽ മതി. അതിനെ സോൾഡർ എന്നാണ് വിളിക്കുക. ആ ഒരു ഫില്ലർ റോഡിനെ, ഫില്ലർ മെറ്റീരിയലിനെ സോൾഡർ എന്നാണ് വിളിക്കുക. അതിൻ്റെ ടെമ്പറേച്ചർ 450 ഡിഗ്രി സെൽഷ്യസിൽ താഴെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സോൾഡറിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എപ്പോഴും 450 താഴെയുള്ള മെറ്റീരിയൽ ആയിരിക്കും. ഒരിക്കലും ഈ 450 നമ്മളെ പാരൻ മെറ്റൽ അല്ലെങ്കിൽ ബേസ് മെറ്റൽ മെൽറ്റ് ആവില്ല. നമുക്കറിയാം ഇത് യൂസ് ചെയ്യുന്നത് ഒരു സോൾഡറിങ് അയൺ വെച്ചിട്ടാണ്. സോൾഡറിങ് അയണാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് സോൾഡറിങ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ ഗ്യാസ് വെൽഡിങ് ടോർച്ചുകളുണ്ട്, നമ്മൾ ഓക്സിയസെറ്റിലിംഗ് ഇതിനൊക്കെ ഉപയോഗിച്ച്. അതുപോലെ ബ്ലോ ലാംപ്സ് ഉണ്ട്, ഓവൻ ഉണ്ട്. ഇതൊക്കെ വെച്ച് നമ്മൾ മെയിനായിട്ട് ഇത് ഇലക്ട്രിക്കൽ കണക്ഷൻസ് ഒക്കെ സോൾഡർ ചെയ്യാനാണ്. കാരണം നമുക്കറിയാം LED പോലത്തെ അല്ലെങ്കിൽ കൺട്രോൾ പാനൽ ബോർഡുകളിലൊക്കെ ചെറിയ വയേഴ്സൊക്കെ പിടിപ്പിക്കാനാണ് നമ്മൾ സോൾഡറിങ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു ഫ്ലെക്സ് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ വെൽഡിങ്ങിലൊക്കെ ഉപയോഗിച്ച പോലെ തന്നെ എയറിനായിട്ടുള്ള കണ്ടാമിനേഷൻസ് അല്ലെങ്കിൽ ഓക്സിഡേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഫ്ലെക്സ് ഉപയോഗിക്കുന്നുണ്ട്. ഫ്ലെക്സ് ലിക്വിഡ് ആവാം, പേസ്റ്റ് ആവാം, അല്ലെങ്കിൽ പൗഡർ ആവാം. ഇതാണ് ഒരു സിമ്പിളായിട്ടുള്ള സോൾഡറിങ്ങിൻ്റെ പിക്ചർ. സോൾഡറിങ് അയൺ ഉണ്ടാവും, അതിൽ ഒരു സോൾഡർ ഉണ്ടാവും. സോൾഡറാണ് നമ്മുടെ ഫില്ലർ മെറ്റൽ. പിന്നെ നമ്മൾ ഒരു സ്ഥലത്തേക്ക് ഈ ഫില്ലർ ഇത് വെച്ചിട്ട് നമുക്ക് എവിടെയാണോ ജോയിൻ ചെയ്യുന്നത് അതിലേക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് മൂവ് ചെയ്ത് പോകും. ഇനി അതിൽ നമ്മൾ ഫ്ലെക്സ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ്, ആ ഫ്ലെക്സിൻ്റെ മെറ്റീരിയൽസാണ്. ഇനോർഗാനിക് ഫ്ലെക്സ് ഉണ്ട്, ഓർഗാനിക് ഫ്ലെക്സ് ഉണ്ട്. ഇനോർഗാനിക് ഫ്ലെക്സിൽ സിങ്ക് ക്ലോറൈഡ്, അമോണിയം ക്ലോറൈഡ് ആൻഡ് ഫോസ്ഫറിക് ആസിഡ്. സിങ്ക് ക്ലോറൈഡ് ഉപയോഗിക്കുന്നത് ബ്രാസ്, കോപ്പർ, സ്റ്റീൽ, ടിന്ന്, ബ്രോൺസ്, നിക്കൽ എക്സെട്ര. അമോണിയം ക്ലോറൈഡ് ഉപയോഗിക്കുന്നത് കോപ്പർ, ബ്രാസ്, അയൺ, സ്റ്റീൽ എന്നീ മെറ്റീരിയലുകൾ സോൾഡർ ചെയ്യാനാണ് ഈ ഫ്ലെക്സ് ഉപയോഗിക്കുന്നത്. അമോണിയം ക്ലോറൈഡ് എന്നാണ് ഫ്ലെക്സ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഫോസ്ഫറിക് ആസിഡ് ഉപയോഗിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ സോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഓർഗാനിക് ഫ്ലെക്സിൽ വരുന്നതാണ് റെസിനും ടാലോയും. ടാലോ എന്ന് പറഞ്ഞാൽ അനിമൽ ഫാറ്റാണ്. അത് ഉപയോഗിക്കുന്ന
അതിൻ്റെ അപ്ലിക്കേഷൻസ് ആണ് പറയുന്നത്. റെസിൻ എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഇൻ ഇലക്ട്രിക് സോൾഡറിങ് ഓഫ് കോപ്പർ, ബ്രാസ്, അയണില്ല, കോപ്പർ, ബ്രാസ്, ബ്രോൺസ്, ടിന്ന്, നിക്കൽ ആൻഡ് സിൽവർ. അതുപോലെ അനിമൽ ഫാറ്റ് ഉപയോഗിക്കുന്നത് ലെഡ്, ബ്രാസ്, പേവ്റ്റർ. ഇത്രയും ആണ് ഫ്ലക്സും അതിൻ്റെ അപ്ലിക്കേഷൻസും. ഇനി 2 ടൈപ്പ് സോൾഡർ ഉണ്ട് സോൾഡർ മെറ്റീരിയലിന്, സോഫ്റ്റ് സോൾഡറും ഹാർഡ് സോൾഡറും. സോഫ്റ്റ് സോൾഡർ എന്ന പേരിൽ നിന്ന് വ്യക്തമാണ്, സോൾഡറിൽ മെയിനായിട്ടുള്ള കോമ്പിനേഷൻ ലെഡും ടിന്നുമാണ്. ലെഡും ടിന്നിൻ്റെയും അലോയിയാണ് സോൾഡറായിട്ട് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സോഫ്റ്റ് സോൾഡർ എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ട്രെങ്ത്ത് വളരെ കുറവായിരിക്കും, അത്ര സ്ട്രോങ് അല്ലാത്തതായിരിക്കും. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ 350 ഡിഗ്രി സെൽഷ്യസ് താഴെ തന്നെ ഇത് മെൽറ്റാവും. അപ്പോൾ ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഷീറ്റ് മെറ്റലിനും അതുപോലെ ലോ ടെമ്പറേച്ചർ അല്ലെങ്കിൽ സ്ട്രെസ്സ് കുറഞ്ഞ വർക്കുകൾക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. ഹാർഡ് സോൾഡർ എവിടെയാണ് ഉപയോഗിക്കുക? കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ജോയിൻസുകൾ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹാർഡ് സോൾഡർ ഉപയോഗിക്കുക. സിൽവർ അലോയിഡ്, സിൽവർ ടിന്നാണ്, ടിന്നും ലെഡുമാണ്, അതിൽ സിൽവറും കൂടെ ആഡ് ചെയ്ത് കുറച്ചും കൂടെ അതിൻ്റെ സ്ട്രെങ്ത്ത് കൂടുന്നതിനാണ്, ആ സമയത്താണ് ഹാർഡ് സോൾഡർ എന്ന് ഉപയോഗിക്കുക. അതിൻ്റെ ടെമ്പറേച്ചർ ഏകദേശം 300 ഡിഗ്രി സെൽഷ്യസ് ടു 400 ഡിഗ്രി സെൽഷ്യസിൻ്റെ ഇടയിലായിരിക്കും. മറ്റേതിനേക്കാളും കൂടുതലായിരിക്കും, മറ്റേത് ബിലോ 350 ആയിരുന്നു. അപ്പോൾ ഈ 2 ടൈപ്പ് സോൾഡറാണ് ഉള്ളത്. ഇനി എന്തൊക്കെയാണ് സോൾഡറിങ്ങിൻ്റെ അഡ്വാൻറ്റേജ്? ലോ കോസ്റ്റാണ്, സിംപ്ലിസിറ്റി ആൻഡ് ചീപ്നെസ്. എന്നാൽ ചീപ്നെസ് ഓഫ് എക്യുപ്മെൻറ്റ്, നമുക്കറിയാം സോൾഡറിങ് അയണിന് ഒരു ചെറിയ എക്യുപ്മെൻ്റാണ്, അതിലേക്ക് സോൾഡർ മാത്രം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോസസ്സ് ചെയ്യാം. പിന്നെ ഗുഡ് ആൻഡ് എഫക്റ്റീവ് സീലിംഗ് ഓഫ് ഇൻ ഫാബ്രിക്കേഷൻ ആസ് കമ്പയർ ടു അതർ പ്രോസസ് ലൈക്ക് റിവെറ്റിംഗ്, സ്പോട്ട് വെൽഡിങ്. ഇതിനേക്കാളൊക്കെ നല്ല ഫിനിഷിങ്ങും അതുപോലെ ഇത് കിട്ടും, കറക്റ്റായിട്ടുള്ള സീലിംഗ് കിട്ടും. പ്രോപ്പർട്ടീസ് ഓഫ് ബേസ് മെറ്റൽ ആർ നോട്ട് എഫക്റ്റഡ്. ആണ് ബേസ് മെറ്റലിന് മോൾട്ടൺ മെൽറ്റ് ആവുന്നില്ല, അതുകൊണ്ട് അതിൻ്റെ പ്രോപ്പർട്ടീസിന് ഒരു ചേഞ്ചും വരില്ല. നമ്മുടെ ഫില്ലർ റോഡ് അല്ലെങ്കിൽ സോൾഡർ മാത്രമാണ് ഇവിടെ മെൽറ്റ് ആവുന്നുള്ളൂ. അപ്പോൾ ബേസ് മെറ്റലിന് ഒന്നും സംഭവിക്കില്ല. ഇനി എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ് എന്ന് വെച്ചാൽ, സോൾഡറിങ്ങിൻ്റെ ലിമിറ്റേഷൻ, അതിൻ്റെ സ്ട്രെങ്ത്ത് കുറവാണ്. ബ്രേസിങ്ങിനെ കമ്പയർ ചെയ്യുമ്പോഴും വെൽഡിങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും സ്ട്രെങ്ത്ത് കുറഞ്ഞ ഇതാണ് സോൾഡറിങ്. പിന്നെ ലെസ് റെസിസ്റ്റൻറ്റ് ടു ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് കുറവുള്ള ഇതാണ് സോൾഡറിങ് ജോയിൻറ്റ്. ഇതിൻ്റെ അപ്ലിക്കേഷൻസ് നമുക്കറിയാം, ഇലക്ട്രിക്കൽ പാർട്സിലുള്ള എല്ലാ ഇലക്ട്രിക്കൽ കണക്ഷൻസും, TV, റേഡിയോ, അതുപോലെ നമ്മുടെ ഫോണുകളിലായാലും എല്ലാത്തിലുള്ള ഇതെല്ലാം സോൾഡർ ചെയ്തിട്ടാണ് ഉള്ളത്. പിന്നെ വയറിംഗ് ജോയിൻറ്റ്സ് നമുക്കറിയാം, ബാറ്ററി ടെർമിനൽസ്, റേഡിയേറ്റർ, ബ്രാസ് ട്യൂബ് ഇൻ മോട്ടോർ കാർ, റിപ്പയറിംഗ് ഓഫ് യുട്ടൻസിൽസ്. അങ്ങനെ നമ്മുടെ വീട്ടിലെ എല്ലാ ഉപകരണങ്ങളും അഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിലെല്ലാം പാനൽ കാണാം, പാനലിൽ ഇതിൽ മുഴുവൻ സോൾഡർ ചെയ്തിട്ടുണ്ടാവും. ഇനി ബ്രേസിങ്ങിലുള്ള മാറ്റം എന്താണെന്ന് വെച്ചാൽ, 2 പീസ് ജോയിൻ ചെയ്യാണ്, പക്ഷേ ഇവിടെ ടെമ്പറേച്ചർ കുറച്ച് കൂടുതലാണ്. കാരണം 450 ഡിഗ്രി സെൽഷ്യസിനേക്കാളും കൂടുതൽ ടെമ്പറേച്ചർ കൂടുതലുള്ള മെൽറ്റിംഗ് പോയിൻ്റ് കൂടുതലുള്ള ഫില്ലർ മെറ്റലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടുത്തെയും പാരൻറ്റ് മെറ്റൽ ഒരിക്കലും മെൽറ്റ് ആവില്ല. എന്നാലും ടെമ്പറേച്ചർ ഫില്ലർ മെറ്റൽ കുറച്ച് കൂടിയ മെറ്റലാണ്, മെൽറ്റിംഗ് പോയിൻ്റ് കൂടുതലുള്ള മെറ്റലാണ് ഉപയോഗിക്കുക. ഇതാണ് ആകെയുള്ള ഡിഫറൻസ്. പിന്നെ നമുക്കറിയാം പല ടൈപ്പ് സോഴ്സ് ഓഫ് ഹീറ്റിംഗ് കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം ടോർച്ച് ബ്രേസിങ്, നമ്മൾ ഓക്സി അസറ്റിലീനിലൊക്കെ കൊടുത്ത് അതുപോലത്തെ ടോർച്ച് വെച്ചാണ് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ടോർച്ച് ബ്രേസിംഗ് എന്ന് പറയും. ഫർണസിലാണ് ഹീറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഫർണസ് ബ്രേസിംഗ് എന്ന് പറയും. ഇൻഡക്റ്റീവ് ബ്രേസിംഗ്, ഒരു ഇൻഡക്ഷൻ കോയിൽ ആണ് ഇൻഡക്റ്റീവ് ബ്രേസിംഗ് എന്ന് പറയുക. പിന്നെ റെസിസ്റ്റൻസ് ബ്രേസിംഗ്, അതുപോലെ ഡിപ്പ് ബ്രേസിംഗ്, പല ടൈപ്പ്. കാരണം എങ്ങനെയാണോ നമ്മുടെ ഹീറ്റ് സോഴ്സ് കൊടുക്കുന്നത് അതിനനുസരിച്ച് പേരിൽ മാറ്റമുണ്ട്. പിന്നെ മെയിനായിട്ടൊരു നോക്കേണ്ട ഒരു കാര്യം, ഇവിടുത്തെ ഫില്ലർ മെറ്റലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പെൽറ്റർ എന്നാണ് ഫില്ലർ മെറ്റലിനെ വിളിക്കുന്ന പേര്. അത് മിക്ക കേസിലും കോപ്പറും സിങ്കും ഉള്ള അലോയ് ആയിരിക്കും. അതിൽ കോപ്പർ ബേസ് അലോയ് ഉണ്ട്, സിൽവർ ബേസ് അലോയ് ഉണ്ട്, അലൂമിനിയം ബേസ് അലോയ് ഉണ്ട്. ഈ സ്പെൽറ്റർ എന്നാണ് നമ്മളെ ഫില്ലർ മെറ്റലിനെ വിളിക്കുക. അതുപോലെ നമ്മളെ ഫ്ലെക്സിനെ പറയുന്ന പേരാണ് ബൊറാക്സ്. അത് പൗഡറിലുണ്ടാവും, അല്ലെങ്കിൽ ഗ്രാനുലേറ്റഡ്, അല്ലെങ്കിൽ ഒരു സ്റ്റിക്ക് ഫോമിലായിരിക്കും ഉണ്ടാവുക.
ഇത്രയാണ് ബ്രേസിങ്ങിൽ പറയാനുള്ളത്. ബ്രേസിങ് 2 ബേസ് മെറ്റലുകൾ ഇടയിൽ ഫില്ലർ മെറ്റൽ വെച്ചിട്ട് ജോയിൻ ചെയ്യുന്ന പ്രോസസ്സ്. നമ്മൾ ലാബിൽ 2 കോപ്പർ ട്യൂബുകൾ ജോയിൻ ചെയ്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കാസ്റ്റ് ആൻഡ് റോഡ് മെറ്റൽ ക്യാൻ ബി ജോയിൻഡ്, ഡിസിമിലർ മെറ്റൽസ് ക്യാൻ ബി ജോയിൻഡ്, നോൺ മെറ്റൽസ് ക്യാൻ ബി ജോയിൻഡ് ടു മെറ്റൽ വെൻ ദ നോൺ മെറ്റൽ ഈസ് കോട്ടഡ്. Materials of different thickness can be joined easily. Metallurgical properties of the base material are not seriously disturbed. ஆனால் ഇവിടെയും നമ്മളെ പാരൻ മെറ്റൽ മെൽറ്റ് ആവുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് ബേസ് മെറ്റലിന് അതിന് കാര്യമായിട്ടൊന്നും സംഭവിക്കില്ല അതിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിന്. ലിമിറ്റേഷൻ: ഹൈ ഡിഗ്രി ഓഫ് സ്കിൽ ഈസ് റിക്വയർഡ്, ലിമിറ്റഡ് സൈസ് ഓഫ് പാർട്സ് ടു ബി ജോയിൻഡ്. കാരണം കമ്പയർ ചെയ്യുമ്പോൾ സോൾഡറിങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് സ്കിൽ ആവശ്യമുണ്ട്. അതുപോലെ ലിമിറ്റഡ് സൈസ് ഓഫ് പാർട്സ് ടു ബി ജോയിൻ. ആപ്ലിക്കേഷൻ: ഫാസ്റ്റനിങ് ഓഫ് പൈപ്പ് ഫിറ്റിംഗ്, ടാങ്ക്, കാർബൈഡ് ടിപ്സ് ഓൺ ടൂൾസ്, റേഡിയേറ്റേഴ്സ്, ഹീറ്റ് എക്സ്ചേഞ്ചർ, ഇലക്ട്രിക്കൽ പാർട്സ് ആൻഡ് റിപ്പയറിംഗ് ഓഫ് കാസ്റ്റിങ്സ്. ഇത്രയാണ് ആപ്ലിക്കേഷൻസ്. ഇനി വെൽഡിങ്ങും സോൾഡറിങ്ങും ബ്രേസിങ്ങും തമ്മിലുള്ള കമ്പാരിസനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് അതിൻ്റെ സ്ട്രെങ്ത്തിനെ കുറിച്ചാണ്. സ്ട്രെങ്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക വെൽഡഡ് ജോയിൻറ്റിനാണ്. കാരണം ബേസ് മെറ്റലിനേക്കാളും കൂടുതൽ സ്ട്രെങ്ത്ത് ഉണ്ടാവും വെൽഡഡ് ജോയിൻസിന്. സോൾഡറിങ്ങിന് ഏറ്റവും വളരെ കുറവായിരിക്കും അതിൻ്റെ സ്ട്രെങ്ത്ത്, ഭയങ്കര വീക്കസ്റ്റ് ജോയിൻ്റ് ആയിരിക്കും സോൾഡറിങ്ങിൽ ഉണ്ടാവുക. ബ്രേസിങ്ങിൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ, വെൽഡിങ്ങിൻ്റെയും സോൾഡറിങ്ങിൻ്റെയും ഇടയിലായിരിക്കും അതിൻ്റെ സ്ട്രെങ്ത് ഉണ്ടാവുക. ഇനി ടെമ്പറേച്ചർ പറയുന്നത്, ടെമ്പറേച്ചർ നമുക്കറിയാം അവിടെ പാരൻ മെറ്റൽ മെൽറ്റ് ആവുന്നുണ്ട്. അത്രയും വലിയ ടെമ്പറേച്ചർ കൊടുത്താണ് നമ്മൾ വെൽഡിങ്ങിൽ കൊടുക്കുക. 3800 ഡിഗ്രി സെൽഷ്യസ് വരെ ആണ് വെൽഡിങ് സോണിലെ ടെമ്പറേച്ചർ. സോൾഡറിങ്ങിൽ നമ്മൾ പറഞ്ഞു അപ് ടു 450 ഡിഗ്രി സെൽഷ്യസ്. എന്തായാലും ബിലോ 450 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും, മാക്സിമം പോവുക 450 ആണ്. ബ്രേസിങ്ങിൻ്റെ കേസിൽ 450ക്ക് മുകളിലാണ്, പക്ഷേ പാരൻ മെറ്റൽ മെൽറ്റ് ആവാൻ പാടില്ല. അപ്പോൾ ഏകദേശം ഒരു 600 ഡിഗ്രി സെൽഷ്യസ് വരെ ബ്രേസിങ്ങിൽ ടെമ്പറേച്ചർ വരും. പിന്നെ മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് അവിടെ മെൽറ്റ് ആവുന്നുണ്ട്, വെൽഡിങ്ങിൽ മെൽറ്റ് ആവുന്നുണ്ട്, സോൾഡറിങ്ങിൽ മെൽറ്റ് ആവുന്നില്ല. കാരണം മെൽറ്റ് ആവുന്നവരെ ഹീറ്റ് ചെയ്യുന്നില്ല. പിന്നെ ഇവിടുത്തെ വർക്ക് പീസ് ആർ ഹീറ്റഡ് ബട്ട് ബിലോ ദ മെൽറ്റിംഗ് പോയിൻ്റ്, മെൽറ്റ് ആവുന്നവരെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നില്ല. മെൽറ്റ് ആവാൻ അത്രയും ടെമ്പറേച്ചർ കൊടുക്കേണ്ട ആവശ്യമില്ല. സോ വെൽഡിങ്ങിൽ മാത്രമാണ് മെൽറ്റ് ആവുന്നുള്ളൂ. ഇനി നാലാമത്തെ പോയിന്റ് പറയുന്നത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യും വെൽഡിങ്ങിൻ്റെ കേസിലാണ്. അത്രയും ടെമ്പറേച്ചറാണ് നമ്മൾ കൊടുക്കുന്നത്. സോൾഡറിങ്ങിൻ്റെ കേസിൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിന് ഒരു ചേഞ്ചും ഇല്ല. ബ്രേസിങ്ങിൻ്റെ കേസിൽ ചേഞ്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, പക്ഷേ ഉള്ള ചാൻസ് വളരെ ചെറിയ തോതിലായിരിക്കും. അതുകൊണ്ട് അത് നെഗ്ലിജിബിളാണ്. അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത് ഹീറ്റ് കോസ്റ്റ്, ഹൈ ഹീറ്റ് കോസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. കാരണം നമുക്കറിയാം അത്രയും 3800 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ അത് ചെയ്യാനുള്ള ഇപ്പോൾ ഏത് സെറ്റപ്പ് ആണെങ്കിലും അതിന് ഭയങ്കര കോസ്റ്റ് വേണം. നമ്മളെ സോൾഡറിങ്ങിൻ്റെ കേസിലാണെങ്കിൽ വളരെ കുറവായിരിക്കും. ബ്രേസിങ്ങിൻ്റെ കേസിൽ കുറച്ചും കൂടെ അത് രണ്ടിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിരിക്കും. ആറാമത്തെ പോയിന്റ് പറയുന്നത് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് ആവശ്യമാണ്, നിർബന്ധമായിട്ടും വേണ്ടി വരും. കാരണം മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം ചേഞ്ച് ആവുന്നുണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു വെൽഡിങ്ങിൻ്റെ കേസിൽ. പക്ഷേ സോൾഡറിങ്ങിൻ്റെ കേസിൽ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് ഒന്നും ആവശ്യമില്ല. ബ്രേസിങ്ങിൻ്റെ കേസിലും ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല. പിന്നെ പ്രീ ഹീറ്റിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. വെൽഡിങ്ങിൻ്റെ കേസിൽ പ്രീ ഹീറ്റിങ്ങിൻ്റെ ഒരു ആവശ്യമില്ല, കാരണം അത്രയും വലിയ ടെമ്പറേച്ചറാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അവിടെ ടെമ്പറേച്ചറിന് ഒരു പ്രീ ഹീറ്റിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ബ്രേസിങ്ങിലും സോൾഡറിങ്ങിലും പ്രീ ഹീറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഗുഡ് ക്വാളിറ്റി കിട്ടും. ചില കേസിൽ ചില കണ്ടീഷനിലുള്ള ബ്രേസിങ്ങിനും സോൾഡറിങ്ങിനും നമ്മൾ പ്രീ ഹീറ്റിംഗ് കൊടുക്കാറുണ്ട്, ഗുഡ് ക്വാളിറ്റിയുള്ള ജോയിൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയാണ് വെൽഡിങ്ങും സോൾഡറിങ്ങും ബ്രേസിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.